സോ വെൽക്കം ബാക്ക് ടു അനദർ എപ്പിക് എപ്പിസോഡ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഒരു വണ്ടി റീസ്റ്റോർ ചെയ്യാനായിട്ട് പോവുകയാണ്. ഏകദേശം 10 വർഷത്തോളം പഴക്കമുള്ള ഒരു ഓൾട്ടോ നമ്മൾ റീസ്റ്റോർ ചെയ്യാനായിട്ട് പോവുകയാണ്. വണ്ടി ഫുൾ റസ്റ്റ് ആയിരുന്നു, അതെല്ലാം ഒന്ന് മാറ്റി പെയിന്റ് ചെയ്ത് ബാക്ക് ടു ഷോറൂം കണ്ടീഷൻ ആക്കാൻ പോകുന്നതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. നമ്മളിന്ന് പെയിന്റ് ചെയ്യാൻ പോകുന്നത് വർക്കലയിലാണ്. വർക്കലയിൽ ജനനാമുക്ക് എന്ന് പറഞ്ഞ സ്ഥലത്ത് വിനായക പെയിന്റിങ്സ് എന്ന് പറഞ്ഞൊരു പെയിന്റിങ് കടയിലാണ് നമ്മൾ വണ്ടി പെയിന്റ് ചെയ്യാനായിട്ട് കൊടുക്കുന്നത്. അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കസ്റ്റമേഴ്സിന് നല്ല രീതിക്ക് പ്രീമിയം ക്വാളിറ്റിയിൽ സർവീസ് കൊടുക്കുന്ന ആൾക്കാരാണ് ഈ വിനായക പെയിന്റിങ്സ് എന്ന് പറയുന്നത്. അവിടെയാണ് നമ്മൾ വണ്ടി പെയിന്റ് ചെയ്യാൻ കൊടുക്കുന്നത്. ഇതിനു മുമ്പ് ഒരുപാട് വണ്ടികൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു വീഡിയോ ആയിട്ട് ചെയ്യാനായിട്ടാണ് വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ പെയിന്റ് ചെയ്യാനായിട്ട് നോക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ കോൺടാക്ട് ചെയ്യാനായിട്ട് സാധിക്കും. എന്തായാലും ഞാൻ വണ്ടിയുടെ ഓരോ ലുക്ക് ഞാൻ കാണിച്ചു തരാം. അതോടൊപ്പം തന്നെ പെയിന്റിങ് കഴിഞ്ഞതിന് ശേഷമുള്ള വീഡിയോസ് ഇത് തുടരെ വരെയാണ് ചെയ്യുന്നത്. ഏകദേശം 10 വർഷം പഴക്കമാണ് ആ ഒരു വണ്ടിക്കുള്ളത്. എഡ്ജ് സൈഡ് എല്ലാം പക്കയാണ്, സർവീസ് കമ്പനി സർവീസാണ് ചെയ്തിരിക്കുന്നത്. പക്ഷെ പെയിന്റിൽ മാത്രമാണ് കുറച്ച് ഡിമ്മായിട്ടുള്ളത്. കുറച്ച് റസ്റ്റ് കാര്യങ്ങളെല്ലാം ഉണ്ട്. നമ്മുടെ ബേർഡ്സിൻ്റെ ഒക്കെ വേസ്റ്റ് വീണത് റസ്റ്റ് ആവുന്ന രീതിയിലോട്ട് മാറിയിട്ടുണ്ട്. അതെല്ലാം കംപ്ലീറ്റ്ലി ക്ലിയർ ഔട്ട് ചെയ്ത് ബാക്ക് ടു ഷോറൂം കണ്ടീഷൻ എന്ന രീതിയിൽ പുതിയ വണ്ടി, പുത്തൻ വണ്ടി എങ്ങനെയാണോ ഇറങ്ങുന്നത് ആ രീതിയിൽ പെയിന്റ് ചെയ്ത് ഇറക്കാനാണ് പോകുന്നത്. അപ്പോൾ നമ്മളിന്ന് പെയിന്റ് ചെയ്യാൻ പോകുന്നത് വിനായക പെയിന്റിംഗ് വർക്ക്സ് ജനനാമുക്ക് എന്ന് പറയുന്നത് ട്രിവാൻഡ്രത്ത് വർക്കലയ്ക്ക് അടുത്തായിട്ടാണ് ജനനാമുക്ക് പറയുന്നത്. കറക്റ്റ് എക്സാക്ട് ഒരു ലൊക്കേഷൻ പറയുകയാണെങ്കിൽ വർക്കല ചെയ്ത് നമ്മൾ കാപ്പിലോട്ട് പോകുന്ന റൂട്ടിൽ ആണ് ഈ ഒരു ജനനാമുക്കും അതോടൊപ്പം തന്നെ ഈ ഒരു പെയിന്റിങ് ഷോപ്പും വരുന്നത്. അപ്പോൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾ പെയിന്റിംഗ് ഒക്കെ നോക്കുന്നുണ്ടെങ്കിൽ ഒരു ബെസ്റ്റ് സ്പോട്ടാണ്. അതും നല്ല രീതിക്ക് അവർ പെയിന്റ് ചെയ്യും, അത് ഗ്യാരണ്ടി ആണ്. അതുപോലെ തന്നെ നല്ല ഡിസ്കൗണ്ട് നിങ്ങൾക്ക് പെയിന്റിങ് ചെയ്ത് കിട്ടാനായിട്ട് നമ്മുടെ പേര് പറഞ്ഞാൽ മതി, അയൽക്കൂട്ടം എന്ന് പറഞ്ഞാൽ മതി, നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ഓഫർ കിട്ടുന്നതാണ്. അവിടെ എത്തിയിട്ട് ഞാൻ വണ്ടിയുടെ ഇപ്പോഴത്തെ ലുക്ക് ഒന്ന് കാണിച്ചു തരാം. അത് കഴിഞ്ഞതിന് ശേഷം ഓരോന്നായിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഒരു സിംഗിൾ വീഡിയോ ആയിട്ടായിരിക്കും ഇത് വരുന്നത്. അതുപോലെ തന്നെ 10 വർഷം കൊണ്ട് തന്നെ വണ്ടി ഏകദേശം 1,20,000 കിലോമീറ്റർ മേലാണ്ട് ഓടിയിട്ടുണ്ട്. അപ്പോൾ ബാക്കിയെല്ലാം പക്കയാണ്. പെയിന്റിങ്ങിൽ മാത്രമാണ് കുറച്ച് ഇഷ്യൂ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ. അത് കംപ്ലീറ്റ്ലി റീസ്റ്റോർ ചെയ്ത് ചെയ്യാൻ പോവുകയാണ്. എന്തായാലും ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ നിലവിൽ നമ്മൾ പെയിന്റിങ് വർക്ക്ഷോപ്പിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് നമ്മൾ പറഞ്ഞ വണ്ടി ഓൾട്ടോ. ഈ ഒരു വണ്ടിയുടെ ഇപ്പോഴത്തെ ലുക്കാണ് ഈ കാണുന്നത്. വണ്ടി കൊടുക്കുന്നതിന് മുമ്പിട്ടുള്ള ലുക്കാണ്. സൈഡെല്ലാം നിങ്ങൾ കാണുന്ന കണക്ക് തന്നെയാണ്. ഫുള്ള് കളറെല്ലാം ഫെയ്ഡായിരിക്കുകയാണ്. സൈഡിലൊക്കെ ഡെൻമാർക്കും അതുപോലെ തന്നെ മാർക്കിങ്സ് ഒക്കെ ഉണ്ട്. ഇതെല്ലാം ചേഞ്ച് ചെയ്യണം പെയിൻറ്റ് ചെയ്ത്. അതോടൊപ്പം തന്നെ ടോപ്പ് വ്യൂ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഫുള്ള് ബേർഡ്സിൻ്റെ ഒക്കെ വേസ്റ്റ് വീണ് ഫുള്ള് റസ്റ്റായിരിക്കുകയാണ്. വണ്ടി മൊത്തത്തിൽ ഒന്ന് കുട്ടപ്പനാക്കണം. ഇതാണ് നിലവിലത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ വണ്ടിയുടെ. ഇത് ഫുള്ളി ചേഞ്ച് ചെയ്യാനായിട്ടാണ് നമ്മളിപ്പോൾ ഈ വണ്ടി ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ഫ്രണ്ട് ബോണറ്റിലും അത്യാവശ്യം നല്ല രീതിയിലുള്ള റസ്റ്റുണ്ട്. ഈ കാണുന്നതൊക്കെ കണ്ട കൈ കൊണ്ട് മാച്ചിട്ട് പോലും പോകുന്നില്ല. നല്ല രീതിക്ക് കറയായിരിക്കുകയാണ്. പെയിൻറ്റും ഫെയ്ഡായി തുടങ്ങി, നല്ല രീതിക്ക് ഫെയ്ഡായിട്ടുണ്ട്. ഇതെല്ലാം കംപ്ലീറ്റ്ലി ഒന്ന് ചേഞ്ച് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ ലൈറ്റ്സും ഒന്ന് പഫ് ചെയ്യണം. അപ്പോൾ ഞാൻ എന്തായാലും വണ്ടിയുടെ ഇൻറ്റീരിയർ ഒന്ന് കാണിച്ചു തരാം. ഇതാണ് വണ്ടിയുടെ ഇൻറ്റീരിയർ എന്ന് പറയുന്നത്. ഏകദേശം 1,24,000 കിലോമീറ്ററാണ് ഈ ഒരു വണ്ടി ഓടിയിരിക്കുന്നത്. 10 വർഷത്തെ മേളിൽ പഴക്കമുണ്ട്. വണ്ടിയുടെ എൻജിൻ സൈഡെല്ലാം പക്കയാണ്. പക്ഷേ പെയിൻറ്റിങ്ങിൽ മാത്രമാണ് കുറച്ച് മോശമായിട്ട് നിൽക്കുന്നത്. ഇപ്പോഴത്തെ ഈ ഒരു ലുക്ക് നിങ്ങൾ കണ്ടില്ലേ, ഇതെല്ലാം മാറ്റി ഒരു സുന്ദര കുട്ടപ്പനാക്കി നമ്മൾ മാറ്റാനായിട്ട് പോവുകയാണ് ഈ ഒരു വണ്ടി. വണ്ടിയിൽ സൈഡിലുള്ള ഈ ഡെൻമാർക്സ് എല്ലാം നമ്മൾ ക്ലിയർ ചെയ്ത് കംപ്ലീറ്റ്ലി ഷോറൂം കണ്ടീഷനായിട്ട് മാറ്റാനായിട്ട് പോവുകയാണ് ഈ ഒരു വണ്ടി. നമ്മൾ പെയിൻറ്റിങ്ങിനായിട്ട് വന്നിരിക്കുന്നത് ശ്രീ വിനായക സ്പ്രേ പെയിൻറ്റിങ് വർക്ക്സിലാണ്, ജനനാമുക്കിലാണ്, വർക്കലയുള്ളൊരു കടയാണ്. അപ്പോൾ ഈ ഒരു വണ്ടി സ്റ്റോക്ക് കണ്ടീഷനിലോട്ട് മാറ്റുന്നതായിരിക്കും അടുത്ത വീഡിയോ എന്ന് പറയുന്നത്. നമുക്ക് എന്തായാലും നോക്കാം. അത്യാവശ്യം നല്ല രീതിയിലുള്ള പണിയുണ്ട്. ഒരാഴ്ചത്തെ പണിയാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം എത്ര ദിവസം കൊണ്ട് കിട്ടുമെന്ന്. വർക്ക് എങ്ങനെ ഉണ്ടെന്ന് കൂടിയുള്ള അപ്ഡേറ്റ് ചെയ്തേക്കാം. ഷോപ്പ് വരുന്നത് ജനനാമുക്കിലാണ്. ജനനാമുക്കിൽ കർമ്മലക്കോട് പോകുന്ന റൂട്ടിലാണ് ഈ ഒരു ഷോപ്പ് വരുന്നത്. ശ്രീ വിനായകയാണ് ഷോപ്പിൻ്റെ പേര്. എന്തായാലും ഇതുപോലത്തെ പെയിൻറ്റിങ് കാര്യങ്ങൾ ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ വന്നതാണ്. Never stop, I'll get it if I want it. Gotta make to myself a promise. I won't quit, keep going till I got it. I won't give up till I'm on top. Yo, no, I ain't the type to give up. If I do something, man, I do it till I get what I want. I turn a business out of nothing into something I love. I got a poker face, but honestly
honestly, I'm not one to bluff. I flip a switch, never miss, man, I always stay up. Don't let them see you, bitch, always have a plan to stay tough. This life ahead of you ain't easy, it was built to be rough. But that's what makes a personality, is tragedy, bruh. So keep your head on your shoulders. Now we ain't out here moving rocks, we out here moving boulders. Now we ain't getting posterized, we out here making posters. And we ain't got nothing to hide, we move forward like soldiers. You better wake up for the pay stub or you'll pay up. Don't make love to the game, bruh, fuck the game up. Change up or you'll... സോ ഇതാണ് വണ്ടിയുടെ ഇപ്പോഴത്തെ ലുക്ക് എന്ന് പറയുന്നത്. നേരത്തെ ഉണ്ടായത് കണക്കത്തെ പാടുകളൊന്നും ഇപ്പോൾ ഇല്ല. വണ്ടി ഫുള്ള് വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് അണ്ടർകോട്ട് ബോഡി പെയിൻറ്റും ചെയ്തതിന് ശേഷം പൊട്ടിയിട്ടിരിക്കുകയാണ്. സൈഡിലുള്ള പെയിൻറ്റ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനിയാണ് ബാക്കി ഉള്ള പരിപാടികളെന്ന് പറയുന്നത്. ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ വന്ന് ഈ ഒരു രീതിയിലാണ് വണ്ടി കിടക്കുന്നത്. സോ ഇതാണ് ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ എന്ന് പറയുന്നത്. ടോപ്പിൽ റസ്റ്റെല്ലാം മാറ്റിയിട്ടുണ്ട്. ഇനിയാണ് പെയിൻറ്റിങ് കാര്യങ്ങളെല്ലാം തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് കറൻ്റ്ലി വണ്ടിയുടെ ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത്. സോ വണ്ടിയിൽ വന്ന ചേഞ്ചസ് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്ന സമയത്ത് തന്നെ അറിയാൻ പറ്റും. ആദ്യമേ ഫുള്ള് റസ്റ്റ് ആയിരുന്നു, അതുപോലെ തന്നെ പെയിൻറ്റ് ഫെയ്ഡായിട്ടുണ്ടായിരുന്നു. ഇവിടെയെല്ലാം റസ്റ്റായിരുന്നു, അതെല്ലാം ക്ലിയർ ചെയ്തിട്ടുണ്ട്. വണ്ടി വാഷ് ചെയ്തപ്പം തന്നെ വേറെ രീതിയിലോട്ട് മാറിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ വണ്ടി ഫുള്ള് ഇവിടെ പേപ്പറിട്ട് പിടിച്ചു കാര്യങ്ങളെല്ലാം ചെയ്തു വന്നുകൊണ്ടിരിക്കുന്നു. സോ ഇന്നാണ് വണ്ടിയുടെ ഫൈനൽ ഡേ. നമ്മളൊരു ഓൾട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നു പെയിൻറ്റിങ്ങിനായിട്ട്. അപ്പോൾ ഇന്നാണ് എൻ്റെ ഫൈനൽ ഡേ എന്ന് പറയുന്നത്. ഇന്ന് ഫൈനൽ ടച്ചപ്പും കാര്യങ്ങളുമായിട്ട് പോവുകയാണ്. വണ്ടിയുടെ ഫുൾ ഔട്ട്ലുക്ക് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, വണ്ടി എങ്ങനെയുണ്ടെന്ന്. അതിന് നിങ്ങളെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യും. എങ്ങനെയുണ്ട് വർക്ക് കഴിഞ്ഞിട്ട്, വർക്കിന് മുമ്പ് എങ്ങനെയായിരുന്നു, വർക്ക് കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ തന്നെ ഒന്ന് കമൻറ്റ് ചെയ്താക്കുക. അങ്ങനെ ഇപ്പോൾ നമ്മൾ പെയിൻറ്റിങ് വർക്ക്ഷോപ്പിൽ എത്തിയിരിക്കുകയാണ്. എത്തിയപ്പോഴത്തേക്കാണ് ആ ഒരു കാഴ്ച കണ്ടത്. നമ്മൾ പെയിൻറ്റ് ചെയ്യാൻ കൊടുത്ത വണ്ടിയുടെ ഇപ്പോഴത്തെ കറണ്ട് ലുക്ക്. വർക്ക് കംപ്ലീറ്റ്ലി കഴിഞ്ഞിട്ടില്ല, പോളിഷിങ് നടക്കുന്നതേ ഉള്ളൂ, ഫസ്റ്റ് കോട്ടിങ് നടക്കുന്നതേ ഉള്ളൂ. പക്ഷേ ഇപ്പം തന്നെ വലിയ രീതിയിലുള്ള മാറ്റം നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതായത് ഫ്രണ്ട് ബോണറ്റ് ആയിക്കോട്ടെ, സൈഡ് വ്യൂസ് ആയിക്കോട്ടെ, മൊത്തത്തിൽ എൻറ്റയർലി ചേഞ്ച് ആയിരിക്കുകയാണ്. ഒരു ബ്രാൻഡ് ന്യൂ വണ്ടി എന്ന രീതിയിലേക്ക് മാറിയിരിക്കുകയാണ്. നമ്മൾ കൊടുത്ത വണ്ടിയേ അല്ല, അവർ നല്ല രീതിക്ക് അത് വർക്ക് ചെയ്ത് എല്ലാം ക്ലിയർ ഔട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയും കുറച്ചുകൂടെ പണികളുണ്ട്. നിലവിലിപ്പോൾ ഫസ്റ്റ് കോട്ടിങ് മാത്രമാണ് ചെയ്തിരിക്കുന്നത്. ഇനി സെക്കൻഡ് കോട്ടിങ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ ആ വണ്ടിയുടെ വീല് ഇനിയൊന്ന് പെയിൻറ്റ് ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഫൈനൽ കോട്ടിങ് ചെയ്യാനുള്ളത്. ഇന്ന് വൈകുന്നേരം 2:30-3 മണിയാവാൻ നേരത്ത് വണ്ടി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. രണ്ടുപേരും നല്ല രീതിക്ക് എഫേർട്ട് ഇട്ട് തന്നെയാണ് ചെയ്യുന്നത്. എല്ലാ വണ്ടി, ഈ ഒരു വണ്ടി മാത്രമല്ല, ചെയ്യുന്നവർക്ക് കിട്ടുന്ന എല്ലാ വണ്ടിയും നല്ല രീതിക്ക് അവർ വർക്ക് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിക്ക് വണ്ടി അവർക്ക് വരാറുണ്ട്. നിങ്ങളുടെ വണ്ടി പോലെ പെയിൻറ്റ് ചെയ്ത് ഒരു സ്റ്റോക്ക് കണ്ടീഷൻ അല്ലെങ്കിൽ ബ്രാൻഡ് ന്യൂ വെഹിക്കിളായിട്ട് ചെയ്യാനായിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇവിടെ കൊണ്ടുവരാൻ സാധിക്കും. ഇതൊരിക്കലും ഒരു പെയ്ഡ് പ്രൊമോഷനൊന്നുമല്ല. നമ്മൾ ഇവരെ സർവീസ് കിട്ടി ബോധിച്ചിട്ടുള്ള ആൾക്കാരായതുകൊണ്ട് മാത്രമാണ് ഞാനൊരു വീഡിയോ ആയിട്ട് തന്നെ ഇത് ചെയ്യുന്നത്. അത്ര നല്ല രീതിക്കാണ് അവർ പെയിൻറ്റ് ചെയ്യുന്നത്. നല്ല പ്രൊഫഷണൽ വർക്കേഴ്സും കൂടിയാണ് അവർ. അതുപോലെ തന്നെ ഇവരെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറും അതോടൊപ്പം തന്നെ ഇവരുടെ ഡീറ്റെയിൽസും ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തേക്കാം ഫസ്റ്റ് കമൻറ്റായിട്ട്. അതുപോലെ തന്നെ ഇവരെ കോൺടാക്ട് ചെയ്യുന്ന നമ്പർ ഞാൻ ഈ ഡിസ്പ്ലേയിൽ കൊടുത്താക്കാം. നിങ്ങൾ കണ്ടാൽ മതി. നിങ്ങൾക്ക് നിങ്ങളുടെ വണ്ടി ഏത് വണ്ടിയും ആയിക്കോട്ടെ, 4 വീലറോ 2 വീലറോ ഏതും ആയിക്കോട്ടെ, നിങ്ങളൊന്ന് അവരോട്ട് കോൺടാക്ട് ചെയ്താൽ മതി. അവർ മാക്സിമം ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് ചെയ്തു തരും. വണ്ടികളെല്ലാം നല്ല വൃത്തിയായിട്ട് അവർ പെയിൻറ്റ് ചെയ്ത് തരുന്നതാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ പേര് അയൽക്കൂട്ടം ചാനലിലെ വീഡിയോ കണ്ടിട്ടാണ് പോകുന്ന ആൾക്കാർക്ക് ഒരു സ്പെഷ്യൽ ഡിസ്കൗണ്ട് അവർ തരുന്നതാണ്. ഡിസ്കൗണ്ട് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ എന്നെ പേഴ്സണലി കോൺടാക്ട് ചെയ്താൽ മതി, നമുക്കത് മാക്സിമം സെറ്റ് ചെയ്ത് തരാം. സോ ഇൻ ബിറ്റ്വീൻ എനിക്കൊന്ന് പുറത്തോട്ട് പോകേണ്ട ആവശ്യമുള്ളതുകൊണ്ട് ഞാൻ അവിടെ ഇറങ്ങിയായിരുന്നു. പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നെ വിളിച്ചിരുന്നു. പണിയെല്ലാം കംപ്ലീറ്റ് ആയി, വണ്ടി ഇപ്പോൾ എടുക്കാനായിട്ട് ചെല്ലുകയാണ്. ഞാൻ അവിടെ എത്തിയിട്ട് വണ്ടിയുടെ ഫുൾ ഔട്ട്ലൈൻ കാണിച്ചു തരാം, എങ്ങനെ ഉണ്ടെന്ന്, മാറ്റം ഉണ്ടോ നിങ്ങളെന്ന് പറഞ്ഞാൽ മതി. വണ്ടിയുടെ കംപ്ലീറ്റ് വർക്ക് കഴിഞ്ഞ് നമ്മുടെ കയ്യിലേക്ക് കിട്ടാൻ പോവുകയാണ്. ഇതാണ് വണ്ടിയുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ഒന്ന് നോക്കി നമ്മൾ കൊടുക്കുന്ന സമയത്ത് വണ്ടിയാണോ ഇപ്പം നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നതെന്ന്. എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുണ്ട്.
ഫുള്ളി വണ്ടി ക്ലിയർ ചെയ്ത് നമ്മുടെ ഫേസ് കാണാൻ പറ്റുന്ന രീതിയിൽ അവർ പെയിൻറ്റ് ചെയ്തിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. അത്ര ക്ലിയറായിട്ട് വണ്ടി വർക്ക് അവർ ചെയ്തിട്ടുണ്ട്. വർക്കെല്ലാം കംപ്ലീറ്റ്ലി ക്ലിയർ ചെയ്തു, കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആണ്. അതുപോലെ തന്നെ ഫ്രണ്ട് ബോണറ്റ് നിങ്ങൾ നോക്കി, അത് കൊടുക്കുന്ന സമയത്ത് ഒരുപാട് റസ്റ്റും അതുപോലെ തന്നെ കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അതെല്ലാം കംപ്ലീറ്റ് ക്ലിയർ ചെയ്ത് ടോപ്പ് വ്യൂ നോക്കി എൻ്റെ റൂഫ് അടക്കം കംപ്ലീറ്റ് ക്ലിയർ ചെയ്ത് വണ്ടി ഒരു കിടില ലുക്കായി. നമ്മുടെ ഫ്രണ്ട് ഹെഡ്ലൈറ്റ് വരെ എൻ്റെ ഉള്ളിൽ ചേഞ്ച് ചെയ്തെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ഒന്ന് ബഫ് ചെയ്തത് മാത്രമാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ നല്ല കിട്ടിലമായിട്ട് വണ്ടി നമ്മുടെ കയ്യിലേക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ വർക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അവരെ കോൺടാക്ട് ചെയ്യാം. ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണ്, നല്ല രീതിക്ക് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അവർ പറയുന്ന ഡേറ്റിന് മുമ്പിട്ട് വണ്ടി തരുന്നുമുണ്ട്, എൻ്റെ വണ്ടി കിട്ടിയിട്ടുമുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്കും ഇവിടെ നിങ്ങളുടെ വണ്ടികൾ വർക്ക് വർക്കിംഗ് ആയിട്ട് കൊണ്ടുവരാം. അപ്പോൾ ബാക്കി ഡീറ്റെയിൽസ് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്ത് ബാക്കി കാര്യങ്ങൾ സംസാരിച്ചാൽ മതി. വണ്ടിയുടെ എൻ്റെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾ കാണുന്ന സമയത്ത് തന്നെ കാണാൻ സാധിക്കും വണ്ടിയിൽ വന്ന ഡിഫറൻസ് എങ്ങനെയാണ്. നമ്മൾ കൊടുത്ത സമയത്തുള്ളത് ഇപ്പോഴത്തെ ഡിഫറൻസ് എങ്ങനെയാണ് നിങ്ങൾക്ക് കാണാൻ തന്നെ മനസ്സിലാവും. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞ അവർ നല്ല ക്വാളിറ്റി വർക്കേഴ്സാണ്. ബഡ്ജറ്റ് റേഞ്ചിൽ നല്ല രീതിക്ക് പെയിൻറ്റിങ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ആൾക്കാർ കൂടിയാണ്. അത്യാവശ്യം നല്ല ഒരുപാട് വർഷത്തെ അവർക്ക് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ്. അപ്പോൾ ധൈര്യമായിട്ട് നമ്മളെ വണ്ടി ഇവിടെ കൊടുക്കാനായിട്ട് സാധിക്കും. അവർ മെയിനായിട്ട് ചെയ്യുന്ന പെയിൻറ്റിങ് വർക്ക്സ് ആണ് മെയിനായിട്ട് ചെയ്യുന്നത്. പിന്നെ അവരെ കോൺടാക്റ്റുള്ള നമ്പർ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ഒരു ഓഫർ കിട്ടുന്നുണ്ട്, ഡിസ്കൗണ്ട് റേറ്റ് എന്തായാലും കിട്ടും. എന്തായാലും മാക്സിമം ഈ ഒരു വീഡിയോ നിങ്ങളുടെ വണ്ടി പ്രാന്തന്മാരൊക്കെ അയച്ചു കൊടുക്കുക. അതുപോലെ തന്നെ വണ്ടി പെയിൻറ്റ് ചെയ്യാൻ ആഗ്രഹമുള്ള ആൾക്കാർക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ഫോർ നൗ, ബൈ ബൈ. Gotta make to myself a promise. I won't quit, keep going till I got it. I won't give up till I'm